നമസ്കാരം. നമുക്കൊരുമിച്ച് ഒരു കുറ്റാന്വേഷണത്തിന് ഇറങ്ങിയാലോ? പക്ഷേ ഇത് സാധാരണ കേസല്ല. ഇവിടെ കുറ്റവാളികളില്ല. പക്ഷേ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എഴുതപ്പെട്ട ചരിത്രത്തിനു മുൻപുള്ള കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് പുരാവസ്തുശാസ്ത്രം. അപ്പോ ഭൂമിക്കടിയിലെ ആ രഹസ്യങ്ങൾ തേടി നമുക്കൊരു യാത്ര തുടങ്ങാം. ദയവായി ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കിടുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കേസ്. എഴുതിയ പുസ്തകങ്ങളോ ഡയറി കുറിപ്പുകളോ ഒന്നുമില്ലാത്തൊരു കാലത്തെപ്പറ്റി നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? സാക്ഷികളില്ലാത്തൊരു ഭൂതകാലം. അതിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. നമ്മുടെ ഈ അന്വേഷണത്തിന് 5 പ്രധാന ഘടകങ്ങളാണുള്ളത്. ആദ്യം നമ്മൾ ആ വലിയ രഹസ്യം എന്താണെന്ന് നോക്കും, പിന്നെ മണ്ണിനടിയിലെ തെളിവുകൾ തേടിപ്പോകും, കാലത്തെ എങ്ങനെ കുഴിച്ചെടുക്കാമെന്ന് പഠിക്കും, കാർബൺ ക്ലോക്ക് എന്ന അത്ഭുതത്തെ പരിചയപ്പെടും, അവസാനം ഒരു പുരാതന ലോകം തന്നെ പുനർനിർമ്മിക്കും. അപ്പൊ തുടങ്ങാലേ? ഓക്കെ. അപ്പോ ആദ്യത്തെ ഘട്ടം, ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യം. ഏതൊരു കുറ്റാന്വേഷണത്തിലും ആദ്യം ചെയ്യേണ്ടത് ക്രൈം സീൻ മനസ്സിലാക്കുക എന്നതാണല്ലോ. ഇവിടെ നമ്മുടെ ക്രൈം സീൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകളൊന്നുമില്ലാത്ത ആ വലിയ നിഗൂഢമായ ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ചരിത്രാതീത കാലം അഥവാ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടത്തെ പ്രധാന അന്വേഷണ വിഷയം വസ്തുക്കളാണ്. വാക്കുകളില്ല, പകരം അവർ ഉപേക്ഷിച്ചുപോയ കല്ലുകളും കളിമൺ പാത്രങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് ഇവിടത്തെ സാക്ഷികൾ. നമ്മൾ ഡിറ്റക്റ്റീവുകളാണെങ്കിൽ ഇവരാണ് നമുക്ക് മൊഴി തരേണ്ടത്. ഓരോ കല്ലിനും ഓരോ പാത്രത്തിനും അതിൻ്റെതായൊരു കഥ പറയാനുണ്ടാകും. ഇനി ഇതിനിടയിൽ രസകരമായ വേറൊരു ഘട്ടമുണ്ട്. അതാണ് പുരാചരിത്രഘട്ടം അഥവാ പ്രോട്ടോ ഹിസ്റ്ററി. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആളുകൾക്ക് എഴുതാനറിയാമായിരുന്നു. സിന്ധു നദീതട സംസ്കാരമൊക്കെ അതിന് നല്ലൊരു ഉദാഹരണമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ ലിപി എന്താണെന്ന് നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു കോഡ് ഭാഷ പോലെയാണ്. കയ്യിലൊരു രഹസ്യ സന്ദേശം കിട്ടിയിട്ടും അത് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ ഇന്നും അതൊരു വലിയ രഹസ്യമായിട്ട് തുടരുന്നു. അപ്പോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുന്ന തെളിവുകൾ. ഈ ഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ഡിറ്റക്റ്റീവ് പണി തുടങ്ങുന്നത്. നമ്മുടെ കേസിലെ നിർണായകമായ തെളിവുകൾ ഒളിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഈ അന്വേഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രശാഖയാണ് പുരാവസ്തുശാസ്ത്രം അഥവാ ആർക്കിയോളജി. ഇത് വെറുതെ മണ്ണ് മാന്തുന്നൊരു പരിപാടിയല്ല കേട്ടോ. ഇത് വളരെ സിസ്റ്റമാറ്റിക്കായി പഴയ മൺകൂനകളുടെ ഓരോ പാളിയും ശ്രദ്ധയോടെ പഠിച്ച് അക്കാലത്തെ ആളുകൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഭൂമിയുടെ ഓരോ പാളിയും ചരിത്രപുസ്തകത്തിലെ ഓരോ പേജ് പോലെയാണെന്ന് പറയാം. ഈ തെളിവുകളൊക്കെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവശിഷ്ടങ്ങളെല്ലാം ഇന്ത്യയിലുടനീളം കാണുന്ന വലിയ മൺകൂനകളിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തലമുറകളായി ഒരേ സ്ഥലത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ പഴയ കെട്ടിടങ്ങളുടെയും വസ്തുക്കളുടെയും മുകളിൽ പുതിയത് കെട്ടിപ്പൊക്കും. കാലക്രമേണ അതൊരു കുന്നുപോലെയാകും. അപ്പോൾ ഇവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്രൈം സീനുകൾ. പിന്നെ ഈ പറയുന്ന ക്രൈം സീനുകൾ എല്ലാം ഒരുപോലെയല്ല. ചില മൺകൂനകൾ ഒരൊറ്റ സംസ്കാരത്തിന്റെ മാത്രം കഥ പറയും. അതായത് അവിടെ കുറച്ചുകാലം ആളുകൾ ജീവിച്ചു, പിന്നെ ആരും താമസിച്ചില്ല. ചിലയിടങ്ങളിൽ ഒരു സംസ്കാരമായിരിക്കും പ്രധാനം, ബാക്കിയൊക്കെ ചെറുതായിരിക്കും. എന്നാൽ ഏറ്റവും രസകരം ബഹുസാംസ്കാരിക മൺകൂനകളാണ്. ഒന്നിനു മുകളിൽ ഒന്നായി പല സംസ്കാരങ്ങളുടെ കഥകൾ. ഒരു അപ്പാർട്ട്മെന്റ് പോലെ. ഓരോ നിലയിലും ഓരോ കാലഘട്ടത്തിലെ ആളുകൾ. ഓരോ മൺകൂനയും ഓരോ തരം കേസ് ഫയലാണ്. അടുത്തത് ഭാഗം 3, കാലത്തെ എങ്ങനെ കുഴിച്ചെടുക്കാം. ശരി, നമുക്ക് ക്രൈം സീൻ കിട്ടി. ഇനി തെളിവുകൾ നശിപ്പിക്കാതെ അതെങ്ങനെ പുറത്തെടുക്കും? അതിനാണ് ചില പ്രത്യേക രീതികളൊക്കെ ഉള്ളത്. പ്രധാനമായും 2 രീതിയിലാണ് ഈ ഖനനം നടത്തുന്നത്. ഒന്ന്, ലംബമായ ഉത്ഖനനം. ഒരു ലെയർ കേക്ക് മുറിച്ച് അതിന്റെ സൈഡ് നോക്കുന്നത് പോലെയാണിത്. ഓരോ ലെയറും ഓരോ കാലഘട്ടത്തെ കാണിക്കുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് വന്ന മാറ്റങ്ങൾ, ഒരു ടൈം ലൈൻ നമുക്ക് കിട്ടും. രണ്ടാമത്തേത് തിരശ്ചീനമായ ഉത്ഖനനം. ഇത് ആ കേക്കിന്റെ മുകൾ ഭാഗം മുഴുവനായി കാണുന്നതുപോലെയാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു മുഴുവൻ ചിത്രം, ഒരു ബ്ലൂ പ്രിന്റ് തന്നെ നമുക്കിതിലൂടെ കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ മുഴുവൻ ചിത്രം തരുന്ന തിരശ്ചീന ഉത്ഖനനം അത്ര എളുപ്പമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? അതിന് ഭയങ്കര ചെലവാണ്. ഒരുപാട് സമയവും അധ്വാനവും വേണം. അതുകൊണ്ട് തന്നെ അത്തരം ഖനനങ്ങൾ വളരെ അപൂർവമായേ നടക്കാറുള്ളൂ. അതിന്റെ അർത്ഥം
പലപ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ചിത്രമല്ല, മറിച്ച് പല കാലഘട്ടങ്ങളിലൂടെയുള്ള ഒരു നേർക്കാഴ്ച മാത്രമാണ്. ഓക്കേ, നമ്മൾ തെളിവുകളൊക്കെ ശേഖരിച്ചു. ഇനി നേരെ ഫോറൻസിക് ലാബിലേക്ക്. കാരണം ഒരു തെളിവിന് എത്ര പഴക്കമുണ്ടെന്നറിയാതെ ഒരു കേസും മുന്നോട്ടു പോവില്ല, അല്ലേ? അപ്പൊ നമ്മുടെ കേസിന്റെ നട്ടെല്ലെന്ന് പറയാവുന്ന ഒരു കാര്യമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പുരാവസ്തു ഗവേഷകരുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ടൂളാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്. ഇതിനെ ഒരു ടൈം മെഷീൻ എന്ന് തന്നെ വിളിക്കാം. ഈ കണ്ടുപിടുത്തമാണ് പുരാവസ്തുശാസ്ത്രത്തെ വെറും ഊഹങ്ങളുടെ ലോകത്തുനിന്ന് കൃത്യമായ കണക്കുകളുള്ള ഒരു ശാസ്ത്രശാഖയാക്കി മാറ്റിയത്. അപ്പോ എന്താണിത്? ഈ കാർബൺ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തത്വത്തിലാണ്. നോക്കൂ, ജീവനുള്ള എല്ലാറ്റിലും, അതായത് ചെടികളിലും മൃഗങ്ങളിലുമൊക്കെ കാർബൺ-14 എന്നൊരു മൂലകം ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെയും ശ്വാസത്തിലൂടെയും ഒക്കെ ഇത് തുടർച്ചയായി എടുക്കുന്നതുകൊണ്ട് അതിന്റെ അളവ് ഒരുപോലെ നിൽക്കും. എന്നാൽ ആ ജീവി മരിക്കുന്നതോടെ ഈ പ്രോസസ്സ് നിൽക്കുന്നു. അതോടെ ശരീരത്തിലുള്ള കാർബൺ-14 ഒരു കൃത്യമായ വേഗതയിൽ കുറയാൻ തുടങ്ങും. ഈ കുറവ് എത്രത്തോളമായി എന്ന് അളന്നു നോക്കിയാൽ ആ ജീവി എപ്പോൾ മരിച്ചു എന്ന് ശാസ്ത്രജ്ഞർക്ക് കൃത്യമായി പറയാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഈ കണക്കുകൂട്ടലിലെ മാന്ത്രിക സംഖ്യ ഇതാണ്: 5568 വർഷം. ഇതാണ് കാർബൺ-14ന്റെ അർദ്ധായുസ് അഥവാ ഹാഫ് ലൈഫ്. അതായത് 5568 വർഷം കഴിയുമ്പോൾ ഒരു വസ്തുവിലെ കാർബൺ-14ന്റെ അളവ് നേരെ പകുതിയാവും. പ്രകൃതിയുടെ ഈ സ്ഥിരതയുള്ള താളം, ഈ കൃത്യതയാണ് പ്രായം ഇത്ര കൃത്യമായി കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ശരിക്കും പ്രപഞ്ചം തന്നെ സെറ്റ് ചെയ്തൊരു ക്ലോക്ക്. എന്നാൽ ഈ സൂപ്പർ ടൂളിനും ഒരു പരിധിയുണ്ട്. ഏകദേശം ഒരു 70,000 വർഷം വരെ പഴക്കമുള്ള കാര്യങ്ങളെ ഇതുവെച്ച് കണ്ടുപിടിക്കാൻ പറ്റൂ. അതിലും പഴയ ഫോസിലുകളുടെയൊക്കെ പ്രായം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവുകൾക്ക് വേറെ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. പൊട്ടാസ്യം ആർഗൺ ഡേറ്റിംഗ് അങ്ങനെയുള്ള ഒന്നാണ്. അങ്ങനെ നമ്മൾ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കെത്തി. വിധി പറയാനുള്ള സമയം. ഖനനം വഴി കിട്ടിയ തെളിവുകളും ലാബിലെ പരിശോധനാ ഫലങ്ങളും ഇതെല്ലാം കൂടി ചേർത്തുവെച്ച് നമ്മൾ ആ പഴയ ലോകത്തെ പുനർനിർമ്മിക്കാൻ പോകുകയാണ്. കേസ് ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പോ ഈ ഉത്ഖനനങ്ങളിലൂടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടെത്തുന്നത്? വെറും കല്ലും മണ്ണുമൊന്നുമല്ല. അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു? എങ്ങനെയുള്ള പാത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്? എന്ത് ധാന്യങ്ങളാണ് കഴിച്ചത്? എന്ത് തരം ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് ഉപയോഗിച്ചത്? എന്തിന്? മരിച്ചവരെ എങ്ങനെയാണവർ അടക്കം ചെയ്തിരുന്നത് എന്നുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ വെച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രൊഫൈൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റു ചില സ്പെഷ്യലിസ്റ്റ് ഫോറൻസിക് പരിശോധനകളുമുണ്ട്. ഉദാഹരണത്തിന്, മണ്ണിൽ നിന്ന് കിട്ടുന്ന പൂമ്പൊടി അഥവാ പൊളൻ വെച്ച് അന്നത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, എന്ത് ചെടികളാണ് വളർന്നിരുന്നത് എന്നൊക്കെ പറയാം. ലോഹങ്ങൾ പരിശോധിച്ചാൽ അത് ഏത് ഖനിയിൽ നിന്നാണെന്ന് കണ്ടെത്താം. അതുവഴി അവരുടെ വ്യാപാര ബന്ധങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. മൃഗങ്ങളുടെ എല്ലുകൾ നോക്കിയാൽ ഏതു മൃഗങ്ങളെയാണ് അവർ വളർത്തിയിരുന്നത്, എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെ അറിയാം. കണ്ടില്ലേ, ഓരോ ചെറിയ തെളിവും വലിയൊരു കഥയുടെ ഭാഗമാണ്. അതായത്, ചുരുക്കി പറഞ്ഞാൽ, പുരാവസ്തുശാസ്ത്രം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത് ഒരു സോയിൽ ആർക്കൈവാണ്. മണ്ണു തന്നെ ഒരു വലിയ ലൈബ്രറി പോലെ പ്രവർത്തിക്കുന്നു. അതിലെ ഓരോ പാളിയും ഓരോ പുസ്തകമാണ്. ആ പുസ്തകങ്ങൾ വായിച്ചെടുക്കാൻ അറിയുന്ന ഡിറ്റക്റ്റീവുകളാണ് പുരാവസ്തു ഗവേഷകർ. അപ്പോ നമ്മുടെ ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. പണ്ടത്തെ കാലത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. ഇനിയൊന്നാലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഭാവിയിലെ പുരാവസ്തു ഗവേഷകർ നമ്മുടെ ഈ കാലം കുഴിച്ചെടുക്കുമ്പോൾ അവരെന്തായിരിക്കും കണ്ടെത്തുക? നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ, മൊബൈൽ ഫോണുകൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ വെച്ച് അവർ നമ്മളെക്കുറിച്ച് എന്ത് കഥയായിരിക്കും പറയുക? അതൊന്നാലോചിച്ചു നോക്കൂ. പണ്ടത്തെ കാലത്തെപ്പറ്റി, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ അറിയുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ കടലാസിൽ എഴുതിവെച്ച രേഖകളൊന്നും അധികമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്. ഇവിടെയാണ് ചരിത്രകാരന്മാർ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആകുന്നത്. അവർ ഭൂതകാലത്തെ പുനർനിർമ്മിക്കുന്നത് കാലത്തെ അതിജീവിച്ച ചില ഭൗതികമായ സൂചനകൾ വെച്ചാണ്. ഇന്ന് നമ്മൾ അത്തരം ചില സൂചനകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പുരാതന ഇന്ത്യയുടെ കഥ പറയുന്ന നാണയങ്ങളെയും ശിലാലിഖിതങ്ങളെയും കുറിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. എഴുതപ്പെട്ട ചരിത്രങ്ങൾ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥ, ഭരണം, അവരുടെ വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഉത്തരം ലളിതമാണ്. അവർ അവശേഷിപ്പിച്ചു പോയ തെളിവുകളിൽ നിന്ന്. കല്ലിലും ലോഹത്തിലുമൊക്കെ കൊത്തിവെച്ച ആ നിശബ്ദമായ തെളിവുകളെക്കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ചരിത്രകാരന്മാർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു യാത്ര
ഒരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ് മുന്നോട്ടു പോകാൻ പോകുന്നത്. നമ്മളാദ്യം നാണയങ്ങൾ എന്ന ചെറിയ വസ്തുക്കൾ എങ്ങനെ വലിയ ചരിത്രം പറയുന്നു എന്ന് നോക്കും. പിന്നീട് കല്ലിലും ചെമ്പിലും കൊത്തിയ ലിഖിതങ്ങളിലേക്ക് കടക്കും. ആ പുരാതന ലിപികൾ എങ്ങനെയാണ് വായിച്ചെടുത്തതെന്നും അവസാനം ഈ തെളിവുകളൊക്കെ പുരാതന ഇന്ത്യയെക്കുറിച്ച് എന്ത് കഥകളാണ് നമ്മളോട് പറയുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ശരി, നമുക്ക് തുടങ്ങാം. നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത് തന്നെ പണ്ടത്തെ ആൾക്കാർ ഇവിടെ ഉപേക്ഷിച്ചുപോയ ചില മൂർത്തമായ തെളിവുകളിൽ നിന്നാണ്. ചരിത്രമെന്ന് പറയുന്നത് പുസ്തകങ്ങളിലെ വാക്കുകൾ മാത്രമല്ല, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഇത്തരം ഓരോ വസ്തുക്കളും ചേർത്തുവെച്ച് പൂർത്തിയാക്കുന്ന ഒരു വലിയ പസിൽ പോലെയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ആദ്യത്തെ തെളിവിലേക്ക് കടക്കാം. അതെ, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാണയങ്ങളെക്കുറിച്ചാണ്. വെറുതെ പൈസ എന്നതിലുപരി ഓരോ നാണയവും ആ കാലഘട്ടത്തിന്റെ ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെയാണ്. ഒരു ഭരണാധികാരിയുടെ പേര് മുതൽ അന്നത്തെ ജനങ്ങളുടെ കലയും മതവും വരെ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മളൊക്കെ ഈ ലോഹക്കഷ്ണങ്ങളെ വെറും കാശായി കാണുമ്പോൾ ചരിത്രകാരന്മാർക്ക് ഇതങ്ങനെയല്ല. അവരതിനെ ഒരു ശാസ്ത്രീയ പഠന വിഷയമായാണ് കാണുന്നത്. നാണയങ്ങളെക്കുറിച്ചുള്ള ഈ ഔദ്യോഗിക പഠനം പുരാതന ലോകത്തേക്ക് ഒരു പുതിയ ജാലകം തന്നെ തുറന്നു തരുന്നുണ്ട്. ഒരു ചെറിയ നാണയത്തിന് ഒരു സാമ്രാജ്യത്തിന്റെ ഉദയത്തെയും അസ്തമയത്തെയും കുറിച്ചുവരെ പറയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈയൊരു പഠനശാഖയ്ക്ക് പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ്. പുരാവസ്തു ഗവേഷകർ ഒരു കൂട്ടം പഴയ നാണയങ്ങൾ കണ്ടെത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറുമൊരു നിധിയല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിലേക്ക് തുറക്കുന്ന താക്കോലാണ്. വിവരങ്ങളുടെ ഒരു വലിയ ശേഖരം. അപ്പോ ഒരു കുഞ്ഞു നാണയം എത്രമാത്രം കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കിയേ. നാണയത്തിൽ രാജാവിന്റെ പേരും ചിത്രവുമുണ്ടെങ്കിൽ അത് ഏത് രാജവംശത്തിന്റേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർണ്ണ നാണയങ്ങൾ ഒരുപാട് കാണുന്നുണ്ടെങ്കിൽ അത് ശക്തമായ ഒരു സമ്പദ്വ്യവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ചില ഗുപ്തകാല നാണയങ്ങളിൽ രാജാവ് അശ്വമേധയാഗം നടത്തുന്ന ചിത്രമുണ്ട്. ഇതവരുടെ അധികാരവും വിശ്വാസങ്ങളും വെളിപ്പെടുത്തുന്നു. ഇനി റോമൻ നാണയങ്ങൾ ഇന്ത്യയിൽ നിന്ന് കിട്ടിയാലോ? അത് അക്കാലത്തെ കടൽ കടന്നുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നല്ല ചോദ്യമാണല്ലേ? വെറുമൊരു സ്വർണ്ണത്തുണ്ട് എങ്ങനെയാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയെപ്പറ്റിയൊക്കെ പറഞ്ഞു തരുന്നത്? ഇത് വെറുതെ ഊഹിക്കുന്നതല്ല. ചരിത്രകാരന്മാർ തെളിവുകളിൽ നിന്ന് നിഗമനങ്ങളിലേക്ക് എത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ലോജിക്കൽ പ്രോസസ്സാണ്. ഉദാഹരണത്തിന്, ഗുപ്ത കാലഘട്ടത്തിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇതിനർത്ഥം അക്കാലത്ത് വ്യാപാരം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. ജനങ്ങളുടെ കയ്യിൽ ധാരാളം പണവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ആ കാലഘട്ടം സാമ്പത്തികമായി വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്ന നിഗമനത്തിൽ ചരിത്രകാരന്മാർക്ക് എത്താൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ ഒരു താരതമ്യം നോക്കാം. മൗര്യന്മാർക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ പലതരം ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സജീവമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് കാണിക്കുന്നത്, അല്ലേ? എന്നാൽ ഗുപ്തന്മാർക്ക് ശേഷമുള്ള കാലഘട്ടത്തിലോ വളരെ കുറച്ച് നാണയങ്ങൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സിമ്പിളാണ്. വ്യാപാരവും കച്ചവടവുമെല്ലാം കുറഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഒരുപക്ഷേ പണത്തിനു പകരം ഭൂമി ദാനമായി നൽകുന്ന രീതി കൂടി വന്നതിന്റെ സൂചനയും ഇതിൽ നിന്ന് ലഭിക്കും. ശരി, നാണയങ്ങളിൽ നിന്ന് നമുക്ക് അടുത്ത അതിലും പ്രധാനപ്പെട്ടൊരു തെളിവിലേക്ക് പോകാം. ലിഖിതങ്ങൾ. ചരിത്രകാരനായ R.S. ശർമ്മയുടെ അഭിപ്രായത്തിൽ നാണയങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണിവയുടെ സ്ഥാനം. ഈയൊരു വാചകം തന്നെ പറയുന്നുണ്ട് അതിന്റെ പ്രാധാന്യം. കാരണം ലിഖിതങ്ങൾ നമുക്ക് കൂടുതൽ വിശദവും നേരിട്ടുള്ളതുമായ വിവരങ്ങൾ നൽകുന്നു. അവ വെറും സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, നിയമങ്ങൾ, മതപരമായ കാര്യങ്ങൾ, ഭരണപരമായ തീരുമാനങ്ങൾ, പിന്നെ രാജാക്കന്മാരുടെ വിജയങ്ങൾ, ഇതൊക്കെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. നാണയങ്ങളുടെ പഠനത്തിന് ന്യൂമിസ്മാറ്റിക്സ് എന്ന പോലെ ലിഖിതങ്ങളെ പഠിക്കാനും രണ്ട് പ്രധാന ശാഖകളുണ്ട്. എപ്പിഗ്രാഫി എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പഠിക്കുന്നതാണ്. എന്നാൽ പാലിയോഗ്രാഫി അതിലെ എഴുത്തിന്റെ സ്റ്റൈലിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഓരോ കാലഘട്ടത്തിലും അക്ഷരങ്ങളുടെ രൂപത്തിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വെച്ച് ഒരു ലിഖിതത്തിന് എത്ര പഴക്കമുണ്ടെന്ന് കണ്ടെത്താൻ പാലിയോഗ്രാഫി സഹായിക്കുന്നു. ഈ ലിഖിതങ്ങളൊക്കെ ഇത്ര കാലം കേടുകൂടാതെ നിന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? കാരണം അവ കൊത്തിവെച്ചത് കല്ല്, ചെമ്പ് തകിടുകൾ പോലുള്ള പെട്ടെന്ന് നശിച്ചുപോകാത്ത വസ്തുക്കളിലായിരുന്നു. ക്ഷേത്രങ്ങളുടെ ചുവരുകളിലും വലിയ കൽത്തൂണുകളിലുമൊക്കെ ഇവ രേഖപ്പെടുത്തിയത് വരും തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥിരം രേഖയായി നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു. ലിഖിതങ്ങൾ കണ്ടുപിടിക്കുന്നത് ഒരു കാര്യം, പക്ഷെ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അത് വേറൊരു കഥയാണ്. നൂറ്റാണ്ടുകളോളം ആർക്കും വായിക്കാൻ കഴിയാതിരുന്ന ഒരു പുരാതന കോഡ് പൊളിച്ചെഴുതിയതിന്റെ കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്.
പുരാതന ഇന്ത്യയിൽ പ്രധാനമായും 3 ലിപികളാണുണ്ടായിരുന്നത്. ഇതിൽ ഹാരപ്പൻ ലിപി ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ്. അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ബ്രാഹ്മി ലിപിയായിരുന്നു. ഇത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതിയിരുന്നത്. വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഖരോഷ്ടി ലിപിയും ഉപയോഗിച്ചിരുന്നു. അത് വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു എഴുതിയിരുന്നത്. ഈ കഥയൊന്ന് കേട്ടുനോക്കൂ. 14-ാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുഗ്ലക്കിന് പോലും വായിക്കാൻ കഴിയാതിരുന്ന അശോകന്റെ ലിഖിതങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ബ്രിട്ടീഷുകാരെയും കുഴപ്പത്തിലാക്കി. എന്താണ് ഈ തൂണുകളിൽ എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയുമില്ലായിരുന്നു. ഒടുവിൽ 1837-ൽ ജെയിംസ് പ്രിൻസെപ്പ് എന്നൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥൻ ആ കൂട് ബ്രേക്ക് ചെയ്തു. അതൊരു ചരിത്രനിമിഷം തന്നെയായിരുന്നു. ജെയിംസ് പ്രിൻസെപ്പിന്റെ ആ ഒരു കണ്ടുപിടുത്തം അത് ശരിക്കും ഒരു മാസ്റ്റർ കീ പോലെയായിരുന്നു. അതുവരെ പൂട്ടിയിട്ടിരുന്ന ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു വലിയ വാതിൽ അതങ്ങ് തുറന്നുകൊടുത്തു. അതോടെ അതുവരെ ആർക്കും മനസ്സിലാകാതിരുന്ന ആയിരക്കണക്കിന് ലിഖിതങ്ങൾക്ക് ശബ്ദം വെച്ചു. അശോക ചക്രവർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ധർമ്മത്തെക്കുറിച്ചുമുള്ള അമൂല്യമായ വിവരങ്ങൾ ലോകമറിയുന്നത് അങ്ങനെയാണ്. അപ്പോ ഈ കോഡൊക്കെ പൊളിച്ച് നമ്മൾ വായിക്കാൻ പഠിച്ചു. ഇനി എന്താണ് ഈ കല്ലുകളൊക്കെ നമ്മളോട് പറയുന്നത്? ഈ ലിഖിതങ്ങളെ അവയുടെ ഉള്ളടക്കമനുസരിച്ച് നമുക്ക് പലതായി തരംതിരിക്കാം. ഓരോ തരം ലിഖിതവും ഓരോ തരം കഥയാണ് പറയുന്നത്. അശോകന്റെ ലിഖിതങ്ങൾ ഒരു രാജാവ് തന്റെ പ്രജകളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെയാണ്. വേറെ ചിലത് സാധാരണക്കാർ അവരുടെ ഭക്തിയുടെ അടയാളമായി രേഖപ്പെടുത്തിയതാണ്. സമുദ്രഗുപ്തനെപ്പോലുള്ള രാജാക്കന്മാരുടെ വിജയഗാഥകൾ കൊത്തിവെച്ച സ്തുതിഗീതങ്ങളുണ്ട്. എന്നാൽ ഒരു സമൂഹത്തെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ ചരിത്രകാരന്മാരെ ഏറ്റവും അധികം സഹായിക്കുന്നത് ദാനരേഖകളാണ്. ഇതിൽ തന്നെ ചെമ്പ് തകടുകളിൽ എഴുതിയിട്ടുള്ള ഭൂമിദാനം ചെയ്തതിന്റെ രേഖകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതർക്കും ക്ഷേത്രങ്ങൾക്കുമൊക്കെ ഭൂമിദാനം ചെയ്തതിന്റെ രേഖകളാണിവ. ഈ രേഖകൾ അക്കാലത്തെ ഭരണരീതി, നികുതി വ്യവസ്ഥ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, സാമൂഹിക ഘടന എന്നിവയെക്കുറിച്ച് പഠിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. ഇത് ഒരു കാലഘട്ടത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലൂപ്രിന്റ് പോലെയാണ്. അപ്പോ നമ്മളിന്ന് കണ്ടതെന്താണ്? ചരിത്രമെന്ന് പറയുന്നത് വെറുതെ ഒരു പുസ്തകത്തിൽ വായിച്ചു തീർക്കുന്ന ഒന്നല്ല. അത് നാണയങ്ങളും ലിഖിതങ്ങളും പോലുള്ള തെളിവുകൾ ഉപയോഗിച്ച് നമ്മൾ നിരന്തരം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പസിലാണ്. ഓരോ പുതിയ കണ്ടെത്തലും ആ ചിത്രത്തിന് പുതിയ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സംഖ്യയിലേക്ക് ഒന്ന് നോക്കൂ. 50,000-ൽ കൂടുതൽ. ഇത് ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ, ഇനിയും പൂർണ്ണമായി പഠിച്ച് പ്രസിദ്ധീകരിക്കാത്ത ലിഖിതങ്ങളുടെ എണ്ണമാണ്. ഒന്ന് ഓർത്തുനോക്കൂ, എത്ര വലിയൊരു ചരിത്രമാണ് ഇനിയും വെളിച്ചം കാണാൻ കാത്തിരിക്കുന്നതെന്ന്. അപ്പോ നമുക്കീയൊരു ചോദ്യത്തോടെ നിർത്താം. ചരിത്രം ഒരു തുടർക്കഥയാണ്. ഇനിയും കണ്ടെത്താനും വായിച്ചെടുക്കാനും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഒരുപക്ഷെ അടുത്ത കണ്ടെത്തൽ പുരാതന ഇന്ത്യയെക്കുറിച്ചു നമുക്കുള്ള ധാരണകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കാം. ആർക്കറിയാം? നമ്മൾ പുരാതന ഇന്ത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം വരാം. അന്നത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ ചിന്തകൾ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഉത്തരം അവരുടെ തന്നെ വാക്കുകളിലാണ്, കാലത്തെ അതിജീവിച്ച് ആ പഴയ ഗ്രന്ഥങ്ങളിൽ. അപ്പോ ആ പുരാതന ശബ്ദങ്ങൾ നമുക്കെങ്ങനെ കേൾക്കാൻ പറ്റും? നമുക്കൊന്ന് നോക്കിയാലോ? നമ്മുടെ ഈ യാത്ര ഒരു ചരിത്രകാരന്റെ വലിയ ലൈബ്രറിയിലൂടെയാണെന്ന് ഒന്നാലോചിച്ചു നോക്കൂ. ഓരോ വിഭാഗവും പുരാതന ഇന്ത്യയുടെ ഓരോരോ വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് വിഷയങ്ങൾ. ഒന്നാലോചിച്ചു നോക്കൂ. 2500 വർഷം മുൻപുള്ള ഒരു ലോകം. അതിനെ ഇന്നേക്ക് പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. നമ്മുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഉപകരണം എന്താണെന്നോ? അന്ന് എഴുതപ്പെട്ട സാഹിത്യരചനകളാണ്. പക്ഷേ അതങ്ങനെയങ്ങ് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമായിരുന്നില്ല. അതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ ആദ്യത്തെ ഭാഗം ഒരു ദുർബലമായ രേഖാശേഖരം. എന്തുകൊണ്ടാണ് ആ പുരാതന രേഖകൾ കണ്ടെടുക്കാൻ ഇത്രയധികം പാട് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഈ ഒരു കണക്ക് നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്നൊന്നാണ്. നമുക്കറിയാവുന്ന ആദ്യത്തെ എഴുത്തു വരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നാണ്. എന്നാൽ നമുക്ക് വായിക്കാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും പഴയ കൈയെഴുത്തു പ്രതിയോ അത് വരുന്നത് ഏകദേശം 3000 വർഷങ്ങൾക്കു ശേഷമാണ്. അപ്പോ ആ ഇടയ്ക്കുള്ള 3000 വർഷത്തെ അറിവൊക്കെ എവിടെ പോയി? ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചരിത്രരേഖകൾ എത്രത്തോളം ദുർബലമായിരുന്നു എന്നാണ്. അതിന്റെ കാരണം വളരെ ലളിതമാണ്. ഇന്നത്തെ പോലെ പേപ്പറോ ഡിജിറ്റൽ ഫയലുകളോ ഒന്നും അന്നുണ്ടായിരുന്നില്ലല്ലോ. അവരെഴുതിയിരുന്നത് മരത്തിന്റെ തൊലിയിലും ഉണങ്ങിയ പനയോലകളിലുമൊക്കെയാണ്. ഇന്ത്യയിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇതൊക്കെ കാലം കഴിയുന്തോറും നശിച്ചുപോകും.
അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ അറിവിന്റെ ഒരു വലിയ ഭാഗം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയത്. ശരി, ഇനി നമുക്ക് കിട്ടിയ ഗ്രന്ഥങ്ങളുടെ ആദ്യത്തെ പ്രധാന വിഭാഗത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സമൂഹത്തിന്റെ തന്നെ അടിസ്ഥാന ശിലകളായ ഈ മതഗ്രന്ഥങ്ങൾ ഒരു ചരിത്ര സ്രോതസ് എന്ന നിലയിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കാം. ഈ ടൈംലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വളരെ ലളിതമായ പ്രാർത്ഥനകളിൽ നിന്ന് തുടങ്ങി പിന്നീട് സങ്കീർണമായ ആചാരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒടുവിൽ ഈ പ്രപഞ്ചത്തിന്റെ അർത്ഥം തേടുന്ന ആഴത്തിലുള്ള തത്വചിന്തകളിലേക്ക് വേദഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് പതുക്കെ മാറിയതെന്ന് ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു സമൂഹത്തിന്റെ ചിന്തകൾ വളർന്നു വന്നതിന്റെ ഒരു നേർരേഖ തന്നെയാണ്. ഈ വേദാംഗങ്ങളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളെ ശരിയായി വ്യാഖ്യാനിക്കാൻ വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലെയായിരുന്നു. അതായത് ഇവയുടെ സഹായമില്ലാതെ വേദങ്ങളെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാഭാരതം ഒറ്റയടിക്ക് എഴുതി തീർത്തൊരു ഗ്രന്ഥമല്ല എന്നതാണ്. നൂറ്റാണ്ടുകളിലൂടെ അതെങ്ങനെയാണ് വളർന്നത്, എങ്ങനെയാണ് സംസ്കാരത്തിന്റെയും അറിവിന്റെയും ഒരു വലിയ കലവറയായി മാറിയത് എന്നിത് വ്യക്തമാക്കുന്നു. ആദ്യം ജയം എന്ന ചെറിയ വിജയകാവ്യം, പിന്നീടത് ഭാരതം എന്ന ഗോത്രകഥയായി, ഒടുവിൽ നമ്മളിന്ന് കാണുന്ന മഹാഭാരതമായി. മഹാഭാരതത്തെപ്പോലെ തന്നെ രാമായണവും ഒറ്റ രാത്രി കൊണ്ട് എഴുതപ്പെട്ട ഒന്നല്ല. പല കാലഘട്ടങ്ങളിലെ കഥകളും ആശയങ്ങളും ഇതിലേക്ക് പതുക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് ചരിത്രകാരന്മാർക്ക് ഒരു നിധി പോലെയാണ്. കാരണം ഈ ഗ്രന്ഥങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തെ മാത്രമല്ല പ്രതിഫലിപ്പിക്കുന്നത്, മറിച്ച് നൂറ്റാണ്ടുകളിലൂടെ ഒരു സംസ്കാരം എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ വികസിച്ചു എന്നതിനെയാണ്. വേദകാലഘട്ടത്തിനു ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ചിട്ടപ്പെട്ടു തുടങ്ങി. സൂത്രസാഹിത്യം അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. രാജാക്കന്മാർ നടത്തേണ്ട വലിയ യാഗങ്ങൾ മുതൽ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ ജനനം, വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകൾ വരെ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെ കൗതുകകരമായ ഒരു കാര്യം, യാഗങ്ങൾക്കുള്ള യാഗപീഠം അളന്നുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യയിൽ ജ്യാമിതിയുടെ തുടക്കം കുറിച്ചു എന്നതാണ്. ശരി, ഇനി നമുക്ക് ബ്രാഹ്മണ പാരമ്പര്യത്തിന് പുറത്തുള്ള ഗ്രന്ഥങ്ങളിലേക്ക് കടക്കാം. ജൈന ബുദ്ധ ഗ്രന്ഥങ്ങൾ. ഇവ ചരിത്രത്തെയും സമൂഹത്തെയും കുറിച്ച് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന വളരെ നിർണായകമായ സ്രോതസ്സുകളാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ബുദ്ധ, ജൈന ഗ്രന്ഥങ്ങൾ നമുക്ക് മറ്റൊരു കാഴ്ചപ്പാടാണ് തരുന്നത്. അവർ സാധാരണക്കാരുടെ ഭാഷയായ പാലിയിലും പ്രാകൃതിലുമായിരുന്നു എഴുതിയത്. അവർ രേഖപ്പെടുത്തിയ ചരിത്രം രാജാക്കന്മാരുടെ ജീവിതം മാത്രമല്ല, സാധാരണക്കാരുടെ കച്ചവടത്തെയും സാമൂഹിക ജീവിതത്തെയും കുറിച്ചുള്ളതായിരുന്നു. ഒരേ കാലഘട്ടത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ജാതകകഥകൾ വളരെ സവിശേഷമായ ഒന്നാണ്. ഇവ ബുദ്ധന്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള കഥകളാണെങ്കിലും യഥാർത്ഥത്തിൽ അവ അന്നത്തെ നാടോടിക്കഥകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ്. ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ പൊതിഞ്ഞ ഈ കഥകൾ സാധാരണ മനുഷ്യരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും സാമൂഹിക രീതികളെക്കുറിച്ചും സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് വിലപ്പെട്ട സൂചനകൾ നൽകുന്നുണ്ട്. 550-ലധികം കഥകൾ. ആ സംഖ്യയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കോ. അതൊരു ചെറിയ പുസ്തകമല്ല, മറിച്ച് സാധാരണ മനുഷ്യരുടെ ജീവിതം പ്രതിഫലിക്കുന്ന ഒരു വലിയ കണ്ണാടിയാണ്. കച്ചവടക്കാർ, കർഷകർ, കൈത്തൊഴിലാളികൾ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ ചെറുചിത്രങ്ങൾ ഈ കഥകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പുരാതന ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിന്റെ ഒരു ഡാറ്റാബേസ് പോലെയാണെന്ന് പറയാം. അപ്പോ ഇനി നമുക്ക് മതേതര സാഹിത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. നിയമഗ്രന്ഥങ്ങളും രാഷ്ട്രീയ ഗ്രന്ഥങ്ങളും പുരാതന ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടനയും അവിടുത്തെ ഭരണരീതികളും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ഏതൊരു സമൂഹത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ടാകുമല്ലോ. പുരാതന ഇന്ത്യയുടെ നിയമപുസ്തകങ്ങളായിരുന്നു ഈ ധർമ്മശാസ്ത്രങ്ങൾ. എന്ത് കഴിക്കണം, എങ്ങനെ വിവാഹം ചെയ്യണം, സ്വത്ത് എങ്ങനെ വീതം വെക്കണം, എന്തിന് കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ശിക്ഷ നൽകണം എന്നുവരെയുള്ള കാര്യങ്ങൾക്ക് ഇവയൊരു ചട്ടക്കൂട് നൽകി. ഒരു സമൂഹം സ്വയം എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കാൻ ഇവ നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. ഈ ചിത്രം കാണിക്കുന്നതുപോലെ ഒരാൾ ജനിക്കുന്നതു മുതൽ മരിക്കുന്നതുവരെയുള്ള ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ നിയമങ്ങൾക്കൊരു സ്വാധീനമുണ്ടായിരുന്നു. വിവാഹം, സ്വത്ത്, സാമൂഹിക പദവി, നീതിന്യായം എല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. സമൂഹത്തിൽ ഒരു ക്രമമുണ്ടാക്കാനും അധികാരഘടന നിലനിർത്താനുമൊക്കെ ഈ നിയമങ്ങൾ സഹായിച്ചു. ഇനി നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കാം. കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഒരു ഭരണാധികാരിയുടെ കൈപ്പുസ്തകം എന്ന് തന്നെ പറയാം. ഈ ഉദ്ധരണി പറയുന്നതുപോലെ പുരാതന ഇന്ത്യയിലെ ഭരണത്തെയും സമ്പദ്വ്യവസ്ഥയും കുറിച്ച് പഠിക്കാൻ ഇതിലും നല്ലൊരു ഗ്രന്ഥം വേറെയില്ല.
എങ്ങനെ നികുതി പിരിക്കണം, എങ്ങനെ ചാരന്മാരെ ഉപയോഗിക്കണം, യുദ്ധതന്ത്രങ്ങൾ എങ്ങനെ മെനയണം എന്നതിനെക്കുറിച്ചെല്ലാം ഇതിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ അവസാന വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. വ്യാകരണ ഗ്രന്ഥങ്ങളും സർഗാത്മക രചനകളും പോലും ചരിത്രകാരന്മാർക്ക് എങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണങ്ങളായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ, ഒരു വ്യാകരണ ഗ്രന്ഥം. എന്നാൽ വ്യാകരണ നിയമങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ പാണിനി അക്കാലത്തെ രാഷ്ട്രീയ ഭൂമികയെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ അറിയാതെയാണെങ്കിലും രേഖപ്പെടുത്തിവെച്ചു. നാടകങ്ങളും കവിതകളുമൊന്നും വെറും ഭാവനകൾ മാത്രമല്ല. കാളിദാസന്റെ ശാകുന്തളം പോലുള്ള കൃതികൾ വായിക്കുമ്പോൾ ഗുപ്തകാലഘട്ടത്തിലെ രാജകൊട്ടാരങ്ങളിലെയും സാധാരണക്കാരുടെയും ജീവിതരീതികൾ, അവരുടെ വിശ്വാസങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞുവരും. ചരിത്രപുസ്തകങ്ങൾക്കൊന്നും തരാൻ കഴിയാത്ത ഒരു ജീവൻ ഈ സാഹിത്യകൃതികൾ ചരിത്രത്തിന് നൽകുന്നുണ്ട്. ഇതുവരെ നമ്മൾ പ്രധാനമായും ഉത്തരേന്ത്യൻ ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ദക്ഷിണേന്ത്യയിലും വളരെ സമ്പന്നമായ ഒരു സാഹിത്യ പാരമ്പര്യമുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ സദസ്സുകളിൽ കവികൾ ഒത്തുകൂടി രചിച്ച സംഘസാഹിത്യം അക്കാലത്തെ സാമൂഹിക ജീവിതത്തെയും യുദ്ധങ്ങളെയും പ്രണയത്തെയുമൊക്കെക്കുറിച്ച് നമുക്ക് അതിമനോഹരമായ ചിത്രങ്ങൾ നൽകുന്നു. ഇത് പുരാതന ഇന്ത്യയുടെ മറ്റൊരു മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോ നമ്മൾ ഈ വിവരണം അവസാനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തോടെയാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാം ഭൂതകാലത്തിലേക്കുള്ള നമ്മുടെ താക്കോലുകളാണ്, സംശയമില്ല. പക്ഷെ നമ്മൾ ഒന്നോർക്കണം, എന്തെഴുതണം, എഴുതിയതിൽ എന്ത് നിലനിർത്തണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് ആരായിരുന്നു? ചരിത്രപരമായ ഏതൊരു രേഖയിലും പക്ഷപാതങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടുതന്നെ ഈ സ്രോതസ്സുകളെ എപ്പോഴും ഒരു വിമർശനാത്മകമായ കണ്ണോടെ സമീപിക്കേണ്ടതുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, കൃത്യമായ ചരിത്ര പുസ്തകങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? പ്രാചീന ഇന്ത്യയുടെ കഥ കണ്ടെത്തുന്നത് ശരിക്കും ഒരു ഡിറ്റക്റ്റീവിന്റെ പണി പോലെയാണ്. തെളിവുകളോ പലയിടത്തായി ചിതറിക്കിടക്കുന്നു. ചിലപ്പോൾ അത് പഴയ ഇതിഹാസകാവ്യങ്ങളിലാവാം, അല്ലെങ്കിൽ പണ്ടിവിടെ വന്ന വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിലാവാം. എന്തിന്, നമ്മൾ ഇന്നും തുടരുന്ന ചില ആചാരങ്ങളിൽ പോലും അതിന്റെ തുമ്പുകൾ കാണാം. അപ്പോ ഇന്ന് നമുക്കാ തുമ്പുകളൊക്കെ ഒന്നൊന്നായി പെറുക്കിയെടുത്ത് ചരിത്രകാരന്മാർ എങ്ങനെയാണ് പ്രാചീന ഇന്ത്യയുടെ ആ വലിയ ചിത്രം വരച്ചെടുക്കുന്നതെന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇതൊരു സാധാരണ ചോദ്യമല്ല, വ്യക്തമായ രേഖകളില്ലാത്ത ഒരു ഭൂതകാലത്തെ പുനർനിർമ്മിക്കാനുള്ള വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് നേരിടുന്നത്? അവരെന്തൊക്കെ ടൂൾസ് ആയിരിക്കും ഇതിനായി ഉപയോഗിക്കുന്നത്? വാ, നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഈ യാത്രയിൽ പ്രാചീന ഇന്ത്യയുടെ രഹസ്യങ്ങൾ തുറക്കാൻ നമ്മൾ 4 താക്കോലുകളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഓരോ താക്കോലും ആ കാലഘട്ടത്തിന്റെ ഓരോ വാതിൽ നമുക്കായി തുറന്നുതരും. ആദ്യം നമ്മൾ ഇതിഹാസകാവ്യങ്ങളിലേക്ക് പോകും, പിന്നെ വിദേശികരുടെ വിവരണങ്ങൾ പരിശോധിക്കും, അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ജീവിതരീതികളൊന്നു നോക്കും, അവസാനം സമയത്തെക്കുറിച്ചുള്ള വളരെ സവിശേഷമായ ഒരു കാഴ്ചപ്പാടും മനസ്സിലാക്കും. നമ്മുടെ ആദ്യത്തെ താക്കോൽ സംഘകാല സാഹിത്യം എന്നറിയപ്പെടുന്ന പുരാതന തമിഴ് കവിതകളുടെ ഒരു വലിയ ശേഖരമാണ്. ഏകദേശം BCE 3-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ദക്ഷിണേന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ കവിതകൾ വെറും ഭാവനയല്ല കേട്ടോ, മറിച്ച് ആ കാലഘട്ടത്തിന്റെ ഹൃദയത്തുടിപ്പുകളാണ് അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഈ സംഘസാഹിത്യം വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമാണ്. പ്രധാനമായും ഉത്തരേന്ത്യയിൽ രൂപം കൊണ്ട വൈദിക ഗ്രന്ഥങ്ങളൊക്കെ യാഗങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങളിലും വലിയ ആത്മീയ തത്വചിന്തകളിലുമൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷെ സംഘസാഹിത്യം തികച്ചും ലൗകികമായിരുന്നു. അതായത് അത് രാജാക്കന്മാരെയും അവരുടെ യുദ്ധവീര്യത്തെയും പ്രണയത്തെയും എന്തിന് സാധാരണക്കാരുടെ ജീവിതത്തെയും കുറിച്ചാണ് പാടിയത്. അതുകൊണ്ടുതന്നെ മതപരമായ ചട്ടക്കൂടുകളില്ലാതെ അന്നത്തെ സമൂഹത്തെ മനസ്സിലാക്കാൻ ഇത് നമ്മളെ ശരിക്കും സഹായിക്കുന്നു. 30,000 വരികൾ ഒന്നാലോചിച്ചു നോക്കൂ. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഹോമറിന്റെ എലിയഡും ഒഡീസിയും ഒരുമിച്ചു വെച്ചാൽ പോലും ഇതിന്റെ അത്രയും വരില്ല. അപ്പോ ഇതൊരു ചെറിയ കവിതാസമാഹാരമല്ല, മറിച്ച് ഒരു കാലഘട്ടത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ വിവരങ്ങളടങ്ങിയ ഒരു വലിയ നിധിശേഖരം തന്നെയാണ്. ദാ ഈയൊരു വരിയൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് വെറുമൊരു കവിതാവനയല്ല, മറിച്ച് പ്രാചീന ലോകത്തിലെ ആഗോള വ്യാപാരത്തിലേക്ക് തുറക്കുന്ന ഒരു വലിയൊരു വാതിലാണ്. യവനന്മാർ, അതായത് ഗ്രീക്കുകാരോ റോമാക്കാരോ, ഇവിടെ വന്ന് സ്വർണം കൊടുത്ത് കുരുമുളക് വാങ്ങിയിരുന്നു എന്നതിന് ഇതിൽ പരം വേറെ എന്ത് തെളിവ് വേണം?
ദക്ഷിണേന്ത്യയും റോമാ സാമ്രാജ്യവും തമ്മിൽ നിലനിന്നിരുന്ന ഒരു വലിയ കച്ചവട ബന്ധത്തിന്റെ വളരെ വ്യക്തമായൊരു ചിത്രം ഈ ഒരൊറ്റ വരി നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ താക്കോൽ. ഇത് പ്രാചീന ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ എഴുതിവച്ച വിവരണങ്ങളാണ്. ഇന്ത്യക്കാരായ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ മെനക്കെടാത്തതോ ആയ ഒരുപാട് നിർണായക വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇവരുടെ കുറിപ്പുകളിൽ നിന്നാണ്. ഈ ലിസ്റ്റൊന്ന് നോക്കിയേ. അലക്സാണ്ടറോടൊപ്പം വന്ന പട്ടാളക്കാർ മുതൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണരീതികൾ വിവരിച്ച മെഗസ്തനീസ്, പിന്നെ ബുദ്ധമത തത്വങ്ങൾ തേടി വന്ന ഫാഹിയാനെയും ഹുയാൻസാങ്ങിനെയും പോലുള്ള ചൈനീസ് സന്യാസിമാര് വരെ നൂറ്റാണ്ടുകളായി എത്രയോ പേർ ഇവിടെ വന്ന് അവർ കണ്ട കാഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കുറിപ്പുകൾ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടാൻ തുടങ്ങും. ഇവിടെയാണ് നമ്മുടെ അന്വേഷണത്തിന് ഒരു കിടിലൻ ട്വിസ്റ്റ് വരുന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സംഘകവിതയിലെ ആ വരികള്? അതേ കച്ചവടത്തെക്കുറിച്ച് ഗ്രീക്ക്, റോമൻ രേഖകളും പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യത്യസ്ത ഭാഷകളിലുള്ള സോഴ്സുകൾ ഒരേ കാര്യം പറയുമ്പോൾ അതൊരു ചരിത്ര സത്യമായി മാറുകയാണ്. ഇതാണ് ഒരു ചരിത്രകാരന്റെ യുറേക്ക നിമിഷമെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് നമ്മൾ കരുതുന്ന അലക്സാണ്ടറുടെ ആക്രമണത്തെക്കുറിച്ച് ഒരു ഇന്ത്യൻ ഗ്രന്ഥത്തിലും കാര്യമായ പരാമർശങ്ങളൊന്നുമില്ല. ആ ചരിത്രം മുഴുവൻ നമ്മൾ പുനർനിർമ്മിക്കുന്നത് ഗ്രീക്ക് സ്രോതസ്സുകളെ മാത്രം ആശ്രയിച്ചാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഒരുപക്ഷെ ഇന്ത്യയിലെ അന്നത്തെ എഴുത്തുകാർക്കതൊരു വലിയ സംഭവമായി തോന്നിയിട്ടുണ്ടാവില്ലേ? അതോ അവരുടെ രേഖകൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയതാണോ? കാരണം എന്തുതന്നെയായാലും ഈ വിദേശ വിവരണങ്ങളില്ലായിരുന്നെങ്കിൽ ചരിത്രത്തിന്റെ ഇത്രയും വലിയൊരു ഭാഗം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേൻ. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന പുസ്തകം മുഴുവനായിട്ട് ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നീട് വന്ന പല എഴുത്തുകാരും അതിൽ നിന്നുദ്ധരിച്ച ഭാഗങ്ങൾ മാത്രം വെച്ച് നമുക്ക് മൗര്യകാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന ഒരു പസിലിന്റെ കഷ്ണങ്ങൾ പോലെയാണിവ. ഈ കഷ്ണങ്ങൾ ഒന്നൊന്നായി ചേർത്തുവെക്കുമ്പോൾ മൗര്യകാലഘട്ടത്തിലെ ഭരണത്തിന്റെയും സമൂഹത്തിന്റെയും ഒരു വലിയ ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞുവരും. നമ്മുടെ മൂന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് ഒരു പുസ്തകമോ പഴയ രേഖയോ ഒന്നുമല്ല. അത് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെയൊക്കെ ഇന്നത്തെ ജീവിതത്തിൽ തന്നെ. കാരണം ചരിത്രം അങ്ങനെയങ്ങ് മൺമറഞ്ഞു പോകുന്ന ഒന്നല്ല, അത് രൂപം മാറി നമ്മോടൊപ്പം ജീവിക്കുന്നു. ഒന്ന് ചുറ്റും നോക്കിയാൽ മതി. ചരിത്രം വെറും പുസ്തകത്താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒന്നല്ല. അത് നമ്മൾ ഇന്നും തുടരുന്ന ആചാരങ്ങളിലും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും നമ്മുടെയൊക്കെ വിശ്വാസങ്ങളിലും ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്. ഭൂതകാലം ഒരു കണ്ണാടി പോലെ നമ്മുടെ വർത്തമാനകാലത്ത് പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഉത്സവങ്ങളിലെ കൂട്ടായ്മ, ജാതിയോടും ഗോത്രത്തോടുമുള്ള കൂറ്, ചില പുരാതന ആചാരങ്ങൾ, കായികാധ്വാനത്തോടുള്ള പുച്ഛം, സ്ത്രീ-പുരുഷ അസമത്വം, ഇവയിൽ പലതിന്റെയും വേരുകൾ ധർമ്മശാസ്ത്രങ്ങൾ പോലുള്ള പുരാതന നിയമഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട സാമൂഹിക നിയമങ്ങളായിരുന്നു അവ. അതിന്റെ പ്രതിധ്വനികൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ മാറ്റുലിക്കൊള്ളുന്നുണ്ട്. ഇത് കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ ചരിത്രം നമുക്കെത്രത്തോളം പ്രസക്തമാണെന്നാണ്. നമ്മുടെ അവസാനത്തെ താക്കോല്. ഇത് ചരിത്രത്തെ രേഖപ്പെടുത്താനുള്ള തികച്ചും സവിശേഷമായ ഒരു ഇന്ത്യൻ രീതിയാണ്. കാലത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇത് നമുക്ക് നൽകുന്നത്. പുരാണങ്ങൾ എന്നറിയപ്പെടുന്ന 18 ഗ്രന്ഥങ്ങൾ പ്രധാനമായും രാജവംശങ്ങളുടെ ചരിത്രമാണ് പറയുന്നത്. പക്ഷെ അതിലെ രീതി വളരെ വിചിത്രമാണ്. നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ പോലും ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവചനങ്ങൾ എന്ന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്തിനായിരിക്കാം ഈ ഒരു രീതി സ്വീകരിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ ചരിത്രത്തിനൊരു ദൈവികമായ ലക്ഷ്യമുണ്ടെന്ന് സ്ഥാപിക്കാനും എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിധി പോലെ അവതരിപ്പിക്കാനുമായിരിക്കാം അവർ ശ്രമിച്ചത്. പുരാണങ്ങൾ അനുസരിച്ച് സമയം എന്നത് നേരെ മുന്നോട്ടു പോകുന്നൊരു പുരോഗതിയല്ല, നേരെ മറിച്ച് അതൊരു സൈക്കിള് പോലെ താഴോട്ട് വരുന്നൊരു തകർച്ചയാണ്. സുവർണ കാലഘട്ടമായ കൃതയുഗത്തിൽ നിന്ന് തുടങ്ങി ഓരോ യുഗം കഴിയുന്തോറും ധർമ്മം ക്ഷയിച്ച് ഒടുവിൽ തിന്മയും അധർമ്മവും നിറഞ്ഞ ഇരുണ്ട കലിയുഗത്തിൽ എത്തിച്ചേരുന്നു. അപ്പോ ഈ കാഴ്ചപ്പാടിൽ ചരിത്രമെന്നത് നല്ലതിൽ നിന്ന് മോശമായതിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോ ആ പുരാണങ്ങൾ പ്രവചിച്ച ഇരുണ്ട കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഈ കാലം കഴിഞ്ഞു വരുന്ന അടുത്ത സുവർണയുഗം നമ്മളെക്കുറിച്ച്, നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് എന്ത് ചരിത്രമായിരിക്കും രേഖപ്പെടുത്തുക? ഈയൊരു ചോദ്യത്തോടെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു. നമസ്കാരം. നമ്മളിന്നൊരുമിച്ച് ഒരു വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. പുരാതന ഇന്ത്യയുടെ ചരിത്രം അതെങ്ങനെയാണ് എഴുതപ്പെട്ടത്? ആയിരക്കണക്കിന് വർഷം മുൻപുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇത്ര കൃത്യമായി എങ്ങനെ അറിയാൻ പറ്റുന്നു? ഇതൊരു സാധാരണ കഥയല്ല,
മറിച്ചൊരു ഡിറ്റക്റ്റീവ് അന്വേഷണം പോലെ വളരെ രസകരമായ ഒരു യാത്രയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു രഹസ്യം നിങ്ങളുടെ മുന്നിലെത്തിയാൽ എന്തു ചെയ്യും? കയ്യിലുള്ളത് കുറേ ചിതറിക്കിടക്കുന്നത്, ചിലപ്പോൾ പരസ്പരം ചേരാത്ത തുമ്പുകൾ മാത്രം. ഒരു ചരിത്രകാരന്റെ ജോലി ശരിക്കും ഇതുപോലെയാണ്. അവർ ഒരുതരം ടൈം ട്രാവലിംഗ് ഡിറ്റക്റ്റീവുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവരെ ഈ പഴയ കേസുകൾ തെളിയിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മൾ സാധാരണയായി ചരിത്രമെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർക്കുക? കുറേ വർഷങ്ങളും പേരുകളും, അല്ലേ? പക്ഷേ സത്യത്തിൽ അതങ്ങനെയല്ല. അതൊരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെയാണ്. ചിതറിക്കിടക്കുന്ന, ചിലപ്പോൾ ഒട്ടും ചേരാത്ത കഷ്ണങ്ങൾ വെച്ച് മറഞ്ഞുപോയൊരു ലോകത്തെ പതുക്കെ പതുക്കെ നമ്മൾ വീണ്ടെടുക്കുന്നു. അതാണ് യഥാർത്ഥ വെല്ലുവിളി. അപ്പോൾ ഈ അന്വേഷണം നമ്മൾ എവിടെ നിന്നാ തുടങ്ങുക? ആദ്യത്തെ തുമ്പുകൾ എപ്പോഴും വരുന്നത് കഥകളിൽ നിന്നാണ്. തലമുറകൾ കൈമാറി വന്ന കഥകൾ. നമുക്കിവയെ പുരാതന കാലത്തെ ദൃക്സാക്ഷി മൊഴികൾ എന്ന് വിളിക്കാം. അവരാണ് നമുക്ക് ആദ്യം വഴി കാണിച്ചു തരുന്നത്. ശരി, അപ്പോൾ ഈ കഥകളിലേക്കും ഇതിഹാസങ്ങളിലേക്കും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അവ പഴയ കാലത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? പക്ഷെ അതിലും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. അവ നമ്മളോട് പറയാതെ ഒളിപ്പിച്ചുവെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കൂ, ഈ സാഹിത്യപരമായ ഉറവിടങ്ങൾ പലതരത്തിലുണ്ട്. രാമായണം, മഹാഭാരതം പോലുള്ള വലിയ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൂടാതെ രാജാക്കന്മാരുടെ ജീവിതത്തെ പുകഴ്ത്തിപ്പാടുന്ന ജീവചരിത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് 7-ാം നൂറ്റാണ്ടിലെ ബാണഭട്ടന്റെ ഹർഷചരിതം, അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിലെ കൽഹണന്റെ രാജതരംഗിണി. ഇവയൊക്കെ അന്നത്തെ കൊട്ടാര ജീവിതത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഒരു വലിയ പക്ഷെ വരുന്നത്. ഹർഷചരിതത്തെക്കുറിച്ച് പറയുന്നതുപോലെ വളരെയധികം അതിശയോക്തിപരമാണെങ്കിലും ഇത് കൊട്ടാര ജീവിതത്തെക്കുറിച്ച് മികച്ച ധാരണ നൽകുന്നു. കണ്ടോ അതിശയോക്തി? കാരണമെന്താ? ഈ കൃതികളിൽ ഭൂരിഭാഗവും എഴുതുന്നത് രാജാവിനെ പ്രീതിപ്പെടുത്താനാണ്. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് പൊലിപ്പിച്ചു പറയും, അല്ലേ? അതുകൊണ്ട് ഇവ നമുക്ക് അന്നത്തെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം തരും. പക്ഷെ കൃത്യമായി എന്ത് എപ്പോൾ സംഭവിച്ചു എന്നറിയാൻ ഇവയെ മാത്രം ആശ്രയിക്കാൻ പറ്റില്ല. അപ്പോ ഈ ദൃക്സാക്ഷിമൊഴികൾ മാത്രം പോരാ. ഏതൊരു ഡിറ്റക്റ്റീവ് കേസിനും എന്തു വേണം? ഉറപ്പുള്ള ഭൗതികമായ തെളിവുകൾ, ഫോറൻസിക് എവിഡൻസ്. അതാണ് നമ്മുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം. ഈ ഫോറൻസിക് തെളിവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്താണ്? അത് മറ്റൊന്നുമല്ല, മണ്ണിൽ നിന്നും കല്ലിൽ നിന്നും നമുക്ക് കിട്ടുന്ന തെളിവുകളാണ്. കാലത്തെ അതിജീവിച്ച് ഒരു മാറ്റവും വരാതെ നിൽക്കുന്ന ശിലാലിഖിതങ്ങളും മറ്റു പുരാവസ്തുക്കളും. ഒരു യഥാർത്ഥ ടൈംലൈൻ ഉണ്ടാക്കാൻ ചരിത്രകാരന്മാരെ സഹായിക്കുന്നത് ഇവയാണ്. ശിലാലിഖിതങ്ങൾ. ഇവ നമ്മുടെ അന്വേഷണത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ തെളിവാണ്. എന്തുകൊണ്ടെന്നാൽ പുസ്തകങ്ങൾ കാലക്രമേണ പകർത്തിയെഴുതുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരാം, അല്ലേ? പക്ഷെ കല്ലിലോ ലോഹത്തിലോ കുത്തിവെച്ച കാര്യങ്ങൾ അങ്ങനെ മാറില്ല. ഒരു സംഭവം നടന്ന അതേ കാലത്ത് അതേ സ്ഥലത്ത് രേഖപ്പെടുത്തിയവയാണവ. അതുകൊണ്ടുതന്നെ അവയുടെ വിശ്വാസ്യത വളരെ കൂടുതലാണ്. ഒരുതരം ടൈം സ്റ്റാമ്പ് ചെയ്ത തെളിവുകൾ. മാത്രമല്ല, ഈ ശിലാലിഖിതങ്ങളാണ് നമുക്ക് കൃത്യമായ തീയതികൾ തരുന്നത്. വിക്രമസംവത്, ശകസംവത്, ഗുപ്ത കാലഘട്ടമെന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ രാജാക്കന്മാർ അവരുടെ ഭരണം രേഖപ്പെടുത്താൻ ഉപയോഗിച്ച കലണ്ടറുകളാണ്. പുരാണങ്ങളിലെ പോലെ പണ്ട് എന്നല്ല, കൃത്യമായി ഓരോ സംഭവവും എപ്പോൾ നടന്നു എന്ന് രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ചരിത്രത്തിന് ഒരു നട്ടെല്ല് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് അശോക ചക്രവർത്തിയുടെയും ഖാരവേല രാജാവിൻ്റെയും ഒക്കെ ശിലാലിഖിതങ്ങൾ. അവരുടെ ഭരണത്തിൽ ഓരോ വർഷവും നടന്ന പ്രധാന സംഭവങ്ങൾ അവർ കൃത്യമായി കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊരു ചരിത്രകാരനെ സംബന്ധിച്ചൊരു നിധി പോലെയാണ്. ഇതിൻ്റെ മുകളിലാണ് അവർ ബാക്കി കാര്യങ്ങൾ പടുത്തുയർത്തുന്നത്. ഇതുവരെ എല്ലാം നന്നായിപ്പോയി, അല്ലേ? കഥകളും കിട്ടി, ഉറച്ച തെളിവുകളും കിട്ടി. പക്ഷേ ഈ രണ്ടും തമ്മിൽ ചേരാതെ വന്നാലോ? കഥ ഒരു കാര്യം പറയുന്നു, കല്ലിൽ കൊത്തിയ തെളിവ് വേറൊരു കാര്യം പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മുടെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം. നമുക്ക് അയോധ്യയുടെ കാര്യം തന്നെ എടുക്കാം. പുരാണങ്ങൾ പറയുന്നത് രാമന്റെ കാലഘട്ടം ഏകദേശം 2000 BC ആണെന്നാണ്. വളരെ വ്യക്തമായൊരു സമയരേഖ. എന്നാൽ പുരാവസ്തു ഗവേഷകർ അയോധ്യയിൽ ഖനനം നടത്തിയപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ഒരു വലിയ നഗരം പോയിട്ട് കാര്യമായൊരു ജനവാസം പോലും ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ കിട്ടിയില്ല. അപ്പോൾ കണ്ടോ, പുരാണത്തിലെ കഥയും പുരാവസ്തു തെളിവും തമ്മിൽ ഇവിടെ നേർക്കുനേർ വരികയാണ്. ഇതാ കഥയിലെ സമയക്രമത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ, വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ. മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രമായ കൃഷ്ണന്റെ നാടായ മധുരയിൽ നിന്ന് കിട്ടിയ ആദ്യകാല ശില്പങ്ങളിലോ ലിഖിതങ്ങളിലോ 200 BC മുതൽ 300 AD വരെ കൃഷ്ണനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതുപോലെ ബുദ്ധനും മഹാവീരനും ജീവിച്ചിരുന്നു എന്ന് നമ്മൾ കരുതുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ അവർ സന്ദർശിച്ചു എന്ന് പറയുന്ന നഗരങ്ങളിൽ പലതും പുരാവസ്തുപരമായി നോക്കുമ്പോൾ 400 BCക്ക് ശേഷമാണ് നിലവിൽ വന്നത്. വീണ്ടും കഥയും തെളിവും തമ്മിൽ ഒരു പൊരുത്തക്കേട്. അപ്പോൾ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വരുമ്പോൾ
ഒരു ചരിത്രകാരൻ എന്തു ചെയ്യും? അവർ എല്ലാ തെളിവുകളെയും ഒരേപോലെ കാണില്ല. അതിനൊരു മുൻഗണന ക്രമമുണ്ട്. നിങ്ങളീ കാണുന്നതുപോലെ പുരാവസ്തുശാസ്ത്രവും ശിലാലിഖിതങ്ങളുമാണ് ഏറ്റവും വിശ്വസനീയം. അവയ്ക്ക് ഏറ്റവും മുകളിൽ സ്ഥാനം. അതിനു താഴെ വ്യാകരണ ഗ്രന്ഥങ്ങൾ പോലുള്ളവ വരും. സംഭവങ്ങളുടെ കാര്യത്തിൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഏറ്റവും താഴെയാണ് വരുന്നത്. സാംസ്കാരികമായി അവയ്ക്ക് വലിയ വിലയുണ്ടെങ്കിലും ചരിത്രപരമായ വസ്തുതകൾക്ക് അവയെ അത്ര കണ്ട് ആശ്രയിക്കാനാവില്ല. അപ്പോ നമ്മളിതുവരെ പലതരം തെളിവുകൾ കണ്ടു, അവ തമ്മിലുള്ള പ്രശ്നങ്ങളും കണ്ടു. ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് ചരിത്രം എന്ന വലിയ ചിത്രം പൂർത്തിയാക്കുന്നത്? വെറുതെ ഇഷ്ടമുള്ളതെടുക്കുകയല്ല, അതിന് കൃത്യമായ ശാസ്ത്രീയമായ ഒരു രീതിയുണ്ട്. ഇതൊരു 4 ഘട്ടങ്ങളുള്ള പ്രക്രിയയായിട്ട് നമുക്ക് കാണാം. 1. കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും ശേഖരിക്കുക. അത് പുസ്തകങ്ങളാകാം, നാണയങ്ങളാകാം, ശിലാലിഖിതങ്ങളാകാം, എന്തുമാകാം. 2. ഓരോന്നിനെയും സൂക്ഷ്മമായി വിലയിരുത്തുക. ഇതാരാണ് എഴുതിയത്, എന്തിനാണ് എഴുതിയത്, ഇതിൽ പക്ഷപാതമുണ്ടോ എന്നൊക്കെ നോക്കണം. 3. കിട്ടിയ എല്ലാ തെളിവുകളെയും പരസ്പരം ഒത്തുനോക്കുക. 4ാമത്തെയും അവസാനത്തെയുമായ ഘട്ടം ഇതെല്ലാം സമന്വയിപ്പിച്ച് ഏറ്റവും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും സാധ്യതയുള്ളൊരു വിവരണമുണ്ടാക്കിയെടുക്കുക. ഇതൊരു ഊഹമല്ല, മറിച്ച് ചിട്ടയായ ഒരു പ്രക്രിയയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചരിത്രകാരന്റെ ലക്ഷ്യം കെട്ടുകഥകളെ ശരിയാണെന്ന് തെളിയിക്കാനല്ല, മറിച്ച് കയ്യിലുള്ള തെളിവുകൾ വെച്ച് ഭൂതകാലം യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നിരിക്കാമെന്ന് മനസ്സിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സാംസ്കാരിക വിശ്വാസങ്ങളെയും ചരിത്രപരമായ വസ്തുതകളെയും വേർതിരിച്ചു കാണുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലേ, ചരിത്രമെന്നത് ഒരിക്കലും പൂർത്തിയായ ഒരു പുസ്തകമല്ല. നാളെ ഒരു പുതിയ പുരാവസ്തു കണ്ടെത്തൽ നടന്നാൽ മതി, ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ച പലതും ചിലപ്പോൾ മാറ്റിയെഴുതേണ്ടി വരും. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: ഒരൊറ്റ കണ്ടുപിടുത്തം കൊണ്ട് ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറുമെങ്കിൽ ചരിത്രത്തിന്റെ ഏതു ഭാഗമാണ് ശരിക്കും കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉറപ്പുള്ളത്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.